ഹായ്, ഇന്ന് വന്നിറക്കുന്നത് ഒരു കലത്തപ്പായിട്ടാട്ടോ. നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ച അരി കേട്ടോ, പച്ചരി. അതിലേക്ക് അരപ്പുകൾ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചെറിയ ജീരകം, 2 ഏലക്കായ, നാളികേരം ഈ പച്ചരിയുടെ കൂടെ ചേർത്തി അരച്ച് വരണം. കുറച്ച് വെള്ളം ചേർത്തി അരച്ചാൽ മതി. നമ്മുടെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എല്ലാവരുടെയും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണേ. നമ്മളിതാ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. നമുക്ക് അവസാനം ഇതിലേക്ക് ഇതാ നമ്മൾ ശർക്കരയൊക്കെ നമ്മൾ ഉരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എപ്പോഴും വേണം കേട്ടോ കൂടെ. നമ്മൾ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് നമ്മൾ ഉരുക്കി വന്ന ശർക്കര നമ്മൾ സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണേ. മാവ് കട്ട കുത്തുള്ളത് കൊണ്ട് ചൂടുള്ള ശർക്കരപ്പാനിയല്ലേ, അപ്പോൾ കൈ വെക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. നന്നായി കൂട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇതാ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നാളികേരക്കൊത്തും ചെറിയ ഉള്ളി നന്നായി വഴറ്റിയെടുക്കണേ. ഒരു ബ്രൗൺ കളർ വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് മാവിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. ഇതാ നമ്മുടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അവസാനം ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഇന്ന് വൈകുന്നേരത്ത് നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഇതാ നമ്മൾ മൂടി വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. നമുക്ക് നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ വലിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചായക്കടി. ചെറിയ ചായ ഇത് മാത്രം മതി, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി